പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ്എഫ്ഐ നേതാക്കളും ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് നിലപാട്. എസ്എഫ്ഐ ജാഗ്രത പുലർത്തണമെന്നും ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മുഖം നോക്കാതെ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു പാർട്ടി ആദ്യം മുതലെടുത്ത നിലപാട്. അതിലിപ്പോൾ 18 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ മാത്രമാണ് ഇനി കിട്ടാൻ ബാക്കിയുള്ളത്. വളരെ വേഗം അയാളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. എസ്എഫ്ഐയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ആവശ്യമായ നിലപാടും നടപടിയും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മുഖം നോക്കാതെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടും. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, എസ്എഫ്ഐ ജാഗ്രത പുലർത്തണമെന്ന് മാത്രമല്ല തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പാർട്ടി സെക്രട്ടറി പറയുകയല്ലേ? സുജയ, അത് തന്നെയാണ്. അതായത് ഈ സിദ്ധാർത്ഥന്റെ മരണം വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായ സാഹചര്യത്തിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ KSU, മഹിളാ കോൺഗ്രസ് തുടങ്ങിയവരുടെ സംസ്ഥാന നേതാക്കന്മാരുടെ സമരം തുടരുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നേതാക്കന്മാർ ഇതിനകം തന്നെ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കുകയും SFIക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ തുറന്നു പറച്ചിൽ ഏറെ ശ്രദ്ധേയമാകുന്നതും. ഏതെങ്കിലും രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായല്ല സുജയ ഇന്ന് MV ഗോവിന്ദൻ്റെ ഈ വാർത്താ സമ്മേളനത്തിലെ പരാമർശമുണ്ടായത്. മറ്റ് കുറിപ്പുകൾ കൊണ്ടുവന്നതുപോലെ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് നോക്കിയിട്ട് തന്നെയാണ് ഇക്കാര്യം വിശദീകരിച്ചത്. വളരെ വ്യക്തമായി പറയുകയാണ്, വിവിധ സംഘടനകൾക്ക് പങ്കുണ്ട്, അതോടൊപ്പം തന്നെ SFIയും ഇതിൻ്റെ ഭാഗമായിരുന്നു, അതിൽ മതിയായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും. ഇതിൽ 18 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരാൾ അറസ്റ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ നടപടിയും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസുകളിലെ SFIയുടെ സ്വാധീനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്താണ് MV ഗോവിന്ദൻ പറഞ്ഞത്, SFI ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്യാമ്പസിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ ആക്രമണം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അങ്ങനെ വിശദീകരിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നിലപാട് എന്ന രീതിയിൽ MV ഗോവിന്ദൻ്റെ ഒരു പ്രഖ്യാപനം തന്നെ, തുറന്നു പറച്ചിൽ തന്നെ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ SFIക്കും പങ്കുണ്ട്, SFIയും അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞതിലൂടെ. സുജയ, ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.